ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു മാങ്ങയിഞ്ചി പച്ചടിയാണ്. അതിനുവേണ്ടി ഞാൻ മാങ്ങയിഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാമില്ല. അപ്പോൾ നമ്മുടെ മാങ്ങയിഞ്ചി നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ തേങ്ങയാണ്, 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇഞ്ചി പച്ചടി തയ്യാറാക്കാനുള്ള ഫ്രൈ പാനാണ് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നത്. നമുക്കതൊന്ന് തയ്യാറാക്കാം. പാന ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല മാങ്ങയുടെ മണമൊന്ന് അരിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ ഒരിക്കലും കടുക് ചേരില്ല. കടുക് ഒരിക്കലും അരപ്പിൽ കൂടെ ചതച്ചിടണ്ട. നമുക്ക് താളിച്ചിടുന്ന കടുക് മാത്രം മതി. ചതച്ച് അരപ്പിൽ കൂടെ നമ്മൾ സാധാരണ പച്ചടിക്കൊക്കെ ചേർക്കാറുണ്ട്. അത് ഇതിന് ചേരില്ല, മാങ്ങയിഞ്ചിക്ക് അത് ചേരില്ല. അതുകൊണ്ട് കടുക് ചതയ്ക്കരുത്. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായി അനഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ്. തണുത്തതിന് ശേഷം തൈര് ഒഴിക്കാം. ചൂടോടെ തൈര് ഒഴിക്കരുത്, തൈര് ഒന്ന് പിരിഞ്ഞു പോകും. അപ്പം നമുക്കിത് തണുക്കാം. 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അടിച്ച് ഇതിലോട്ട് ചേർത്ത് നമ്മുടെ മാങ്ങ പച്ചടി തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പച്ചടി ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. മാങ്ങ പച്ചടിക്ക് താളിച്ച് ഒഴിക്കണം. അപ്പം അതിന് ഒരു കടായി വെച്ചിട്ടുണ്ട്. നമുക്ക് കടായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കും. ഇവിടെയാണ് ഇട്ട് കൊടുത്തത്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വിളയിലൊക്കെ മാങ്ങയിഞ്ചി ഇല്ലാത്ത വിളകളൊന്നും കാണില്ല. അപ്പം അത് തോരൻ വയ്ക്കാനും അച്ചാറിടാനും പച്ചടി വയ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.